യതീന്ദ്രന്റെ ഗൾഫ് യാത്ര വെറുതെ ആയല്ലോ എന്ന പ്രതാപവർമ്മയുടെ വാക്കിൽ കാർത്തികയ്ക്ക് സംശയം. നന്ദന പനക്കൽ വീട്ടിലെത്തുന്നു. സുമിത്ര കുന്നത്തൂർ വന്ന കാര്യം താൻ അറിഞ്ഞില്ല എന്ന് നന്ദന സുമിത്രയോട് പറയുന്നു. കാർത്തിക സുമിത്രയെ അപമാനിച്ചു വിട്ട കാര്യം മനീഷിൽ നിന്നും നന്ദന മനസ്സിലാക്കുന്നു. മനീഷിനെ നേരെയാക്കാൻ ലൈല വിചാരിച്ചാൽ നടക്കുമെന്ന് ലൈലയെ ഉപദേശിക്കുന്ന നന്ദന. സുമിത്രയെ അപമാനിച്ച വിവരം കാർത്തികയോട് ചോദിക്കുന്ന നന്ദന. കുത്തുവാക്കുകളുമായി കാർത്തിക. നന്ദനയുടെ ചില ഉപദേശങ്ങൾക്ക് മുന്നിൽ കാർത്തിക നന്ദനയ്ക്ക് നേരെ കൈയോങ്ങുന്നു. ഹരിയുടെ കല്യാണം ക്ഷണിക്കാൻ കുന്നത്തൂർ കോവിലകത്തെത്തുന്ന ഹരിയും അമ്മയും. ആ കല്യാണം ഉഴപ്പാൻ പരിപാടിയിടുന്ന കാർത്തിക. ഇനി തുടർന്ന് കാണുക. ആരും ഇല്ലാത്ത സമയം നോക്കി ഞാൻ പ്രതാപേട്ടനെ വിളിച്ചു വരുത്തിയതിൽ കാര്യമുണ്ട്. യതിയേട്ടനും എന്റെ അടുത്തില്ല. ഞാനുണ്ടല്ലോ. യതീന്ദ്രന്റെ കുറവ് ഞാൻ നികത്താം. കാർത്തിക മോൾക്ക് എന്താണ് വേണ്ടത് പറയൂ. കയ്യും മെയ്യും മറന്ന് ഞാൻ കൂടെ നിൽക്കും. എനിക്കൊരു വഴി പറഞ്ഞു തരണം. ഒളിച്ചോടാനോ മറ്റോ ഉള്ള വഴിയാണോ? അല്ല. ഓ, നന്ദനെ ഒതുക്കാനുള്ളൊരു വഴി. അവളെ എന്റെ നേരെ കൈയൊങ്ങി. തല്ല് കിട്ടിയോ? കാണട്ടെ ആ കവൾ. ഒന്നുമില്ല. ഹേയ്, അടിച്ചിരുന്നെങ്കിലേ അവളുടെ കൈ ഞാൻ വെട്ടുമായിരുന്നു. പക്ഷേ എനിക്ക് അവളുടെ കൈ കെട്ടണം. ഇനി ഒരിക്കലും അതെന്റെ നേർക്കുയരാൻ പാടില്ല. വെറും നമ്പറുകൾ കൊണ്ടൊന്നും കെട്ടാൻ പറ്റുന്ന കൈയല്ല നന്ദനയുടേത്. സാധാരണ കെട്ടുകളെ അഴിച്ചു ദൂരെ കളയാനുള്ള സാമർഥ്യം ആ പെണ്ണിനുണ്ട്. നന്ദനെ പുകഴ്ത്താനല്ല ഞാൻ പ്രതാപേട്ടനെ വിളിച്ചത്. ഒരു ഇൻട്രൊഡക്ഷൻ ഇട്ടതല്ലേ? എത്ര ഓവർ സ്മാർട്ട് ആയാലും ഒരു പെണ്ണിന്റെ വായടപ്പിക്കാനും കൈകെട്ടിയിടാനുമുള്ള ഒരു മാർഗമുണ്ട്. അതെന്താ? ഗോസിപ്പ്, അപവാദം. ഇക്കാര്യത്തിൽ ഇത്രയും മൂർച്ചയുള്ളൊരായുധം വേറെയില്ലെന്ന് പറയാം. പക്ഷേ നന്ദനയ്ക്കെതിരായി ഇനി എന്ത് അപവാദം പറയാന്? പറഞ്ഞാലും ആര് വിശ്വസിക്കാന്? ആര് വിശ്വസിച്ചാലാണോ അവൾക്ക് അടി കിട്ടുന്നത്, ആ വ്യക്തിയെ നമ്മൾ വിശ്വസിപ്പിക്കണം. ആ കക്ഷിയാണ് ഉദയൻ. ഇല്ല പ്രതാപേട്ട, ഉദയേട്ടന് ഇനി നന്ദനയോട് അവിശ്വാസം തോന്നാൻ പ്രയാസമാ. അത്രയ്ക്ക് അടുത്തുപോയി അവര്. പാലും പഴവും പോലെ. ആ പാലിൽ നമ്മൾ മായം ചേർക്കുന്നു. ആ പഴത്തിനുള്ളിൽ പുഴുവിനെ കയറ്റിവിടണം. എങ്ങനെയാണെന്ന് പറ. ഈ ദൈവം ദൈവം എന്ന് പറയുന്ന പാർട്ടിയെ വെറുതെ കടയും തുറന്നു വെച്ചിരിക്കുകയല്ല. പിടിച്ചു കയറാൻ ചില തുമ്പുകൾ എല്ലാവർക്കും ഇട്ട് തരും. അങ്ങനെ ഒരു തുമ്പ് നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തന്നിരിക്കുക ഈശ്വരൻ. തുമ്പെന്ന് പറഞ്ഞാൽ കല്യാണം. ഹരിപ്രസാദിന്റെ കല്യാണം. ആരുമായിട്ട്? ഡീറ്റെയിൽസ് മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല. എന്നാലും ചെക്കന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. ആ കല്യാണം നീ മുടക്കണം. അത് കാർത്തികയുടെ ദൗത്യ. പക്ഷേ എങ്ങനെ? കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ നന്ദന ലൈവായിട്ട് നിൽക്കല്ലേ. അതിന് അവര് തമ്മില് ഇപ്പൊ ഒന്നുമില്ലെന്നല്ലേ പറയുന്നത്? അതവരുടെ വേർഷൻ. ഒരുപക്ഷെ അതായിരിക്കും സത്യം. ആ സത്യം ഒരു കോണിലേക്ക് നമ്മൾ മാറ്റിവെച്ചിട്ട് കാർത്തികയുടെ സാമർത്ഥ്യം ഇങ്ങോട്ട് എടുക്ക്. ഭാരിച്ച പണിയൊന്നല്ല. നന്ദൻ ഇപ്പോഴും ഹരിപ്രസാദിന്റെ സ്നേഹഭാജനമാണെന്ന് നീ സ്ഥാപിക്കണം. എവിടെ സ്ഥാപിക്കണം? ഹരിപ്രസാദ് കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത്, അവളുടെ വീട്ടുകാരുടെ അടുത്ത്. ആടിനെ പട്ടിയാക്കുന്ന ന്യായത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ കാർത്തിക? അജശുനക ന്യായം. അജശുനക ന്യായോ? അങ്ങനെ ഒരു ന്യായമുണ്ടോ? ഞാനിപ്പോ ഉണ്ടാക്കിയതാണെന്നേ. അജം ആട്, ശുനകൻ പട്ടി. അതാണ് അതിന്റെ സാരം. പാവം ആടിനെ ചൂണ്ടി 10 പേര് പട്ടിയാണെന്ന് പറഞ്ഞാൽ ആർക്കും തോന്നും അത് ആടല്ല പട്ടിയാണെന്ന്. അതുപോലെ നന്ദനയും ഹരിപ്രസാദും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലി വീണ്ടും ഒരു ഇഷ്യൂ ഉണ്ടാക്കണം.
ഉദയന് സംശയം തോന്നുന്നു, അത് ശരിയാണ്. ഉദയേട്ടന് നന്ദനെ സംശയം തോന്നൂ? തോന്നത്തക്ക വിധം നീ ചർച്ചയാക്കണം. ഉദയനെ തെറ്റിദ്ധരിപ്പിക്കണം. അവർ തമ്മിൽ പ്രേമമുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ഉദയന് ഡൗട്ടടിച്ചാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. നമുക്കതങ്ങ് ഊതിപ്പെരിപ്പിക്കാം. ചില അസുഖങ്ങള് ഒരു തവണ ഭേദമായിട്ട് വീണ്ടെടുത്താ പിന്നെ ചികിത്സയില്ല, ആളിനെ കൊണ്ടേ പോകും. എന്താ സംശയമുണ്ടോ നിനക്ക്? കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും തോന്നുന്നു. എന്നാലും ശ്രമിക്കണം. ഹരിപ്രസാദിന്റെ പ്രതിശ്രുത വധു ആരാണെന്നറിയണം. അവളുടെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഫോൺ നമ്പർ അങ്ങോട്ട് തപ്പിപ്പിടിക്കണം. എന്നിട്ട് അവിടെ നീ അങ്ങോട്ട് ലാൻഡ് ചെയ്യണം. ആ പെൺകുട്ടിയും കാണൂലോ അച്ഛനും അമ്മയും. അവരുടെ മുമ്പില് കാർത്തിക ഒരു കഥ അങ്ങോട്ട് അവതരിപ്പിക്കണം. സത്യവും സങ്കല്പമൊക്കെ കോർത്തിണക്കിയ ഒരു കഥ. അതിലെ നായകനാരാ? ഹരിപ്രസാദ്. നായിക നന്ദന. ഈ ബാല്യകാല സഖി എന്ന് നിന്റെ മൊയ്തീൻ, പ്രേമം മുതലായ സിനിമകളെയെല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം സംഭവം അവതരിപ്പിക്കാൻ. ശേഷം ഭാഗം ചിന്ത്യം. അവന്റെ കല്യാണം മുടങ്ങുന്ന ഉറപ്പാണേ? മുടക്കൂന്ന് കാർത്തിക പ്രതിജ്ഞ എടുത്തിരിക്കല്ലേ, പിന്നെ മുടങ്ങാതെ. എന്നിട്ട് ആ വിവരം ഉദയന്റെ കാതിലെത്തിക്കണം. നന്ദന ഇപ്പോഴും കഥയിലെ നായികയാണെന്ന് ഉദയൻ വിശ്വസിക്കണം. അവിടെ ഓർക്കേണ്ടത് ചെമ്മീൻ സിനിമയാണ്. താൻ പളനിയാണെന്ന് ഉദയന് തോന്നണം. അപ്പൊ പരീക്കുട്ടി ആരാ? നമ്മുടെ ഹരിപ്രസാദ്, നന്ദന കറുത്തമ്മ. സംശയരോഗത്തിന്റെ തിര അങ്ങോട്ടടിക്കാൻ തുടങ്ങിയാലേ പിന്നെ അങ്ങട് സുനാമി ആയിരിക്കും കുഞ്ഞേ, സുനാമി. പിന്നെന്തു സംഭവിക്കാം? ഹരിപ്രസാദ് ഏത് നാശത്തിനെ കെട്ടാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കണമല്ലോ. കണ്ടുപിടിക്കണം, പിന്നെ ചുമ്മാതെ പറ്റുമോ? 5 പൈസ ചെലവില്ലാത്ത കാര്യമാണെന്ന് ഓർത്തോണം. നിന്റെ നാക്കിന്റെ മിടുക്ക് പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ. 2 സ്റ്റെപ്പേ ഉള്ളൂ. 1, ആ താടിക്കാരൻ ചെക്കന്റെ കല്യാണം അങ്ങോട്ട് മുടക്കുക. നന്ദനിയുമായിട്ടുള്ള പ്രേമബന്ധം ഇപ്പോഴും അവൻ തുടങ്ങുന്നതായിട്ട് നമ്മൾ സ്ഥാപിക്കുക. 2, ഉദയനെ തെറ്റിദ്ധരിപ്പിക്കുക. തീയില്ലാതെ പുകയുണ്ടാവില്ലെന്ന് ഉദയന് നന്നായിട്ടറിയാം. അതുകൊണ്ട് നമ്മൾ മാക്സിമം പുകയുണ്ടാക്കുന്നു. നന്ദനെ ഒതുക്കാം, ഉദയനെ ഒതുക്കാം. അതിലൂടെ ഹരിപ്രസാദിനെയും നമുക്ക് ഒതുക്കാം. എന്തു പറയുന്നു മോളെ? ഞാൻ റെഡി. ഇനി എന്തായാലും പിന്നോട്ടില്ല പ്രതാപേട്ട. മതി, അത് മതി, അത് മാത്രം മതി. എന്നാലേ മോള് ചെല്ല്, ധൈര്യമായിട്ട് ചെല്ലൂ കുട്ടി. ഇതുവരെ കണക്കുകൂട്ടി കഴിഞ്ഞില്ലേ? കുറെ നേരമായല്ലോ. ഒരു 12,000 രൂപയുടെ വ്യത്യാസം കാണുന്നു. എവിടെ പോയിന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അഡ്വാൻസ് ആയിട്ട് പലർക്കും പൈസ കൊടുത്തതല്ലേ, ഒന്നുകൂടെ ഓർത്തു നോക്ക്. ഇന്നലെ ആകെ 15,000 രൂപയെ ഞാൻ കയ്യിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. വൈകിട്ട് ATM ഒരു 7,000 രൂപ എടുത്തു. ഇനി 12,000 എവിടെ? സ്വസ്ഥായിട്ടിരുന്ന് കൂട്ടി നോക്ക് രവി. ഓരോ ദിവസത്തെയും ചെലവുകള് കൃത്യമായിട്ട് എഴുതി വെച്ചില്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ആവും. അമ്മേ, ഞാൻ ഇറങ്ങുകയാണേ. എങ്ങോട്ടാ? കഴിഞ്ഞ ദിവസം പറഞ്ഞത് മറന്നുപോയോ? ഇന്ന് പ്രിയക്ക് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. ആരുടെ ബർത്ത്ഡേയാ? നടാഷിയുടെ. അച്ഛനറിയില്ലേ, ജോസങ്ങളുടെ മോളെ. ആളെ മനസ്സിലായി. ആ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് തന്നെയാണോ പോകുന്നത്?
അച്ഛന് വേണമെങ്കിൽ എന്നെ പിന്തുടർന്ന് വരാം, അമ്മയും കൂടിക്കോളും. അതല്ലേ പതിവ്. മറ്റെവിടേക്കും പോവാനോ ആരെയും കാണാനോ എനിക്ക് പെർമിഷൻ ഇല്ലല്ലോ. അങ്ങനെ ഞാൻ ചെയ്ത ഡെഡ് ബോഡി ആവാൻ ഇവിടെ രണ്ടുപേര് കാത്തിരിക്കുകയല്ലേ. എങ്കിൽ ശരി, പോട്ടെ അച്ഛാ. രവി എന്തിനാ അവളോട് ഒരു സംശയത്തിന്റെ ലൈനിൽ സംസാരിച്ചത്? നമുക്ക് പ്രിയ 100% വിശ്വാസമാണെന്ന് അവൾക്ക് തോന്നണം. നേരത്തെ അങ്ങ് തോന്നിയതിന്റെ ഫലവാ. ഞാനൊന്നും പറയുന്നില്ല. ആ വിഷയം ഇനി വീട് രവി, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? ഉണങ്ങിയെന്ന് പുറമെ തോന്നുമെങ്കിലും ഉള്ളിലെ മുറിവ് ഉണങ്ങണമെന്നില്ല. കാരണം മുറിവേറ്റത് മനസ്സിനാ. ആരത്? നോക്ക്. ആരാ ജലജേ? രണ്ടുപേർക്കും എന്നെ മനസ്സിലായില്ലല്ലേ? ഇല്ല എന്നുള്ളതാണ് സത്യം. അകത്തേക്ക് വന്നോട്ടെ ചേച്ചി. വാ. ഇരിക്ക്. അല്ല, ചേച്ചിയും ചേട്ടന് മാത്രമേ ഉള്ളൂ ഇവിടെ? മോളുണ്ട്, പുറത്തു പോയിരിക്കുക. ആരാണെന്ന് പറഞ്ഞില്ല. ആ, എന്റെ പേര് കാർത്തിക, തൃശ്ശൂരിന്ന് വരിക. മോളുടെ കല്യാണത്തിന്റെ ക്ഷണക്കത്തിന്നാ പേരും ഇവിടുത്തെ അഡ്രസ്സും ഒക്കെ മനസ്സിലാക്കിയത്. തമ്മിൽ നോക്കണ്ട. ഇവിടുന്ന് അയച്ച കല്യാണക്കുറിന്നല്ല, ഹരിപ്രസാദിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഇൻവിറ്റേഷൻ. അതിലുണ്ടല്ലോ ഇവിടുത്തെ അഡ്രസ്. ഹരിപ്രസാദിന്റെ റിലേറ്റീവ് ആണോ? അയ്യോ അല്ലേ, ആളിന് പരിചയമുണ്ട്. എന്ന് വെച്ചാ നല്ലതുപോലെ പരിചയമുണ്ട്. ഞാനൊരു നേർബുദ്ധിക്കാരിയാ ചേച്ചി, അതങ്ങനെ ആയിപ്പോയി. വളഞ്ഞ വഴി എനിക്കറിയില്ല, അതുകൊണ്ടാ ശരിക്കുള്ള പേര് പറഞ്ഞത്. അല്ലെങ്കിൽ പേര് ആനിന്ന് മറ്റോ പറഞ്ഞ പോരായിരുന്നോ? നമുക്കതിന്റെ ആവശ്യമില്ല. കാരണം ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല, ചെയ്തിട്ടുമില്ല. കാർത്തിക ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് പറ. ഇവിടുത്തെ സുപ്രിയയുടെ കല്യാണക്കുറി കണ്ടതാ കാരണം. എനിക്കും ഒരു അനിയത്തി ഉണ്ടായിരുന്നു, അവളുടെ പേരും പ്രിയ എന്നായിരുന്നു. മരിച്ചുപോയി. കൊന്നതാ ചേച്ചി. ഭർത്താവും അവന്റെ കാമുകയും ചേർന്ന് കൊന്നു കളഞ്ഞു. മരിച്ചുപോയ എന്റെ അനിയത്തിയുടെ സ്ഥാനത്ത് ഞാൻ സുപ്രിയ ഒന്ന് സങ്കല്പിച്ച് നോക്കി. പിന്നെ എനിക്ക് വീട്ടിലിരിക്കാൻ വയ്യാതായി. അതാ വന്നത്. ഞങ്ങളുടെ മോളും നിങ്ങളുടെ അനിയത്തിയും തമ്മിൽ എന്താ ബന്ധം? ബന്ധമൊന്നുമില്ല. അവളുടെ അനുഭവം ഇവിടുത്തെ കുട്ടിക്ക് ഉണ്ടാവരുത്, അതേ ഞാൻ ഓർത്തുള്ളൂ. ഹരിപ്രസാദിനെ പറ്റി എല്ലാം അന്വേഷിച്ചിട്ടാണോ ചേച്ചി കല്യാണം ഉറപ്പിച്ചത്? എന്ന് ചോദിച്ചാൽ അന്വേഷിച്ചില്ല, അതെനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെ കല്യാണം ഉറപ്പിക്കില്ലായിരുന്നു. പ്രശ്നം എന്താ? നന്ദന. നന്ദനയോ? അതേ, ഹരിപ്രസാദിനെ പണ്ടേ പിടികൂടിയ ഒരൊഴിയ ബാധ. അതായി നന്ദന. ആര് വിചാരിച്ചിട്ടും ആ ബാധയെ ഇതുവരെ ഒഴിപ്പിക്കാൻ പറ്റിയിട്ടില്ല. സത്യാണോ ഈ പറയുന്നത്? സൂര്യനും താമരയും പോലെ എന്റെ മുമ്പിൽ നിൽക്കുന്നത് ചേട്ടനും ചേച്ചിയും ആണെങ്കിൽ ഞാൻ പറയുന്നത് സത്യമാണ്. രമണനും ചന്ദ്രികയെന്നാ നാട്ടുകാര് പണ്ട് ഹരിപ്രസാദിനെ നന്ദനെയും വിളിച്ചിരുന്നത്. ഇപ്പോഴത്തെ പിള്ളേര് മൊയ്തീനും കാഞ്ചനമാലയെന്നും വിളിക്കുന്നു. അതായത് അന്നും ഇന്നും അവരുടെ ബന്ധം എല്ലാവർക്കും അറിയാം. നന്ദന ഇപ്പൊ എവിടെയുണ്ട്? അവളുടെ ഭർത്താവിന്റെ വീട്ടില്. അപ്പൊ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാണോ? കുട്ടിയോ? ഹരിപ്രസാദിനെക്കാളും ഒരു 4-5 വയസ്സെങ്കിലും കൂടുതൽ കാണും നന്ദനയ്ക്ക്. എന്നിട്ടും നാണമുണ്ടോ? നിങ്ങൾക്ക് കേൾക്കണോ? അവളുടെ ഭർത്താവിനും അറിയാം ഈ പ്രേമത്തിന്റെ കാര്യം. സത്യം? സത്യം സത്യം സത്യം. എന്നിട്ട് ഹസ്ബൻഡ് അതിൽ പ്രശ്നമൊന്നുമില്ലേ? ആര് പ്രശ്നം ഉണ്ടാക്കാന്? അങ്ങേരെ ഒതുക്കിയിട്ടിരിക്കുമല്ലേ. രണ്ടും കൽപ്പിച്ച് നിൽക്കുക നന്ദന. ഹരിപ്രസാദ് ആളൊരു പാവമാ. പക്ഷേ
മണിച്ചത്രത്താഴിട്ട് പൂട്ടിയിരിക്കുക കാമുകി. എന്ന് വെച്ച് കല്യാണം നടത്തണ്ടെന്നൊന്നും ഞാൻ പറയില്ല. എല്ലാ ഒരുക്കങ്ങളും ആയി കാണുമല്ലോ. തീരുമാനിച്ച പോലെ നടന്നോട്ടെ. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അതേ എനിക്ക് പറയാനുള്ളൂ. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മോളെ ഒരു കള്ളക്കാമുകിയുടെ കള്ളക്കാമുകന്റെ കയ്യില ഏൽപ്പിക്കാൻ പോകുന്നേന്നൊരു ബോധം വേണം എന്ന് നിങ്ങളിരുന്ന് ആലോചിക്ക്. ഞാൻ ഇറങ്ങുക. മറ്റൊന്നും വിചാരിക്കല്ലേ. മരിച്ചുപോയ എന്റെ അനിയത്തിയെ ഓർത്തപ്പോ വന്നു പോയതാ ഞാൻ. ഒരു കുട്ടി കൂടി അന്ധകാരത്തിൽ വീഴുമല്ലോ എന്ന് ഓർത്തപ്പോ വന്നുപോയി ഞാൻ. ശരി ചേച്ചി, എന്നാ ഇറങ്ങട്ടെ. രവി, പ്രശ്നമാവുമോ രവി? വെറുതെ ഒരാൾ വന്ന് ഇങ്ങനൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ട് പോകുമോ? അതും ബസ് പിടിച്ച് അലഞ്ഞല്ല, കാറിലാണ് കാർത്തിക വന്നത്. വെറും കല്യാണം മുടക്കിയല്ല. കാർത്തിക എന്നുള്ള പേര് ശരിയാണെന്ന് തോന്നുന്നു. പക്ഷേ അവൾ പറഞ്ഞ പലതിലും അതിശയോക്തിയുണ്ട്. ഒരു അനിയത്തിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് കഥയാ. മൊത്തത്തിൽ ഒരു ഓവർഡോസ് ഇട്ട അവതരണം. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ചിലപ്പോ ഹരിയുടെ വീട്ടുകാരോടുള്ള എന്തെങ്കിലും വിരോധം കൊണ്ടായിരിക്കും. എന്നാലും തീരെ സത്യമില്ലാതെ ഇങ്ങനൊരു ആരോപണം കൊണ്ട് ആരെങ്കിലും വരുമോ? നിസ്സാര കാര്യമല്ല അവർ പറഞ്ഞിട്ട് പോയത്. ഹരിയെ കണ്ടിട്ട് നല്ല സ്വഭാവമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില ബന്ധങ്ങളിൽ ചെന്ന് വീണാൽ പെട്ടുപോകുന്നേ. നമ്മൾ കറക്റ്റായിട്ട് വണ്ടി ഓടിച്ചാലും റോങ് സൈഡിൽ വന്ന് കയറുന്നവൻ അപകടം ഉണ്ടാക്കാറില്ലേ? ഏതാണ്ട് അതുപോലെയാ പ്രേമത്തിന്റെ കാര്യവും. രണ്ടിലൊരാൾ കുഴപ്പമാണെങ്കിൽ ആകെ കുഴപ്പമാവും. സുപ്രിയ ഇവിടെ ഇല്ലാതിരുന്നത് ഭാഗ്യം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവുമായിരുന്നു. പ്രശ്നം എന്താ? അവളുടെ സ്വഭാവത്തിന് ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞാൽ മിക്കവാറും പടക്കം പൊട്ടിക്കും. നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? മോളോടൊന്നും പറയണ്ട. അറിഞ്ഞ കാര്യം അവഗണിക്കാവുന്നതല്ല. അതിന്റെ വാസ്തവം എന്താണെന്ന് അന്വേഷിച്ചറിയണം. ആരോട് ചോദിക്കും? അങ്ങനെ ആ ജോലിയും തീർന്നു. ഉദയോർമ്മ എന്തു പറയുന്നു? ചേട്ടന്റെ കാര്യം പ്രത്യേകം ചോദിച്ചു. നല്ല മനുഷ്യനാ. നന്ദനയുടെ ഭാഗ്യ പുള്ളിക്കാരന്റെ കുടുംബത്ത് ചെന്ന് കയറിയത്. വിവാഹം എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് വിവാഹം. ടേക്ക് ഡിവിഷനുള്ള ബോർഡ് വയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ. നന്ദനയുടെ മുഖത്ത് നോക്കുമ്പോ ഞാൻ അറിയാതെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുപോകും. ആ, നിന്റെ മോന്റെ കുഴപ്പം അതായിരുന്നു. ആട്ടെ, കല്യാണത്തിന് നന്ദന വരുമോ? ഉദയവർമ്മയും രണ്ടുപേരും കൂടി വരുമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതിരാവിലെ ഇങ്ങ് എത്തണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. കല്യാണച്ചെറുക്കിന് പെങ്ങളൊന്നും ഇല്ലല്ലോ. ആ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നന്ദനയാ. അത്രക്ക് ഡെക്കറേഷൻ വേണോടി? അത് ശകലം പൈങ്കിളിയായി പോയില്ലേ? ആരോ വന്നു തോന്നണല്ലോ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്, മോർണിംഗ്. കേറി വാ ജലജേ, ഇരിക്കാം. ഇരിക്ക്. അല്ല, അച്ചോട്ടൻ വന്നില്ലേ? രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. കരയോഗത്തിന്റെ ഓഫീസ് വരെ പോയിരിക്കുക. കല്യാണക്കാര്യത്തിന് വേണ്ടിയാ. നമ്മള് NSS-ലൊക്കെ ഉണ്ടോ? നാട്ടിലില്ലായിരുന്നു കൊണ്ട് സജീവമായിരുന്നില്ല. അത് ശരി. ഇപ്പൊ മെമ്പർഷിപ്പ് പുതുക്കി. പക്ഷെ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഭാഗമല്ലേ. അതെ അതെ.
ഞാൻ ചായ ഇടാം. എന്തായാലും നിങ്ങൾ ഇപ്പൊ വന്നത് നന്നായി. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ കൂത്താട്ടുകുളം വരെ ഒന്ന് പോകാനിരിക്കുകയായിരുന്നു. ഇവളുടെ വല്യച്ഛന് വലിയ സുഖമില്ല. ഒന്ന് കാണുകയും ചെയ്യാം, കല്യാണവും പറയാം. ഞങ്ങളും ഇന്നിങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്തിരുന്നതല്ല, പ്രതീക്ഷിക്കാതെ പുറപ്പെട്ടതാ. പുറപ്പെടേണ്ടി വന്നു. നമ്മളെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യത്തിന്റെ സൂചന കിട്ടുമ്പോ വരാതിരിക്കാൻ പറ്റുമോ? എന്താ രവി സാറേ കാര്യം? ആരാ ചേച്ചി ഈ നന്ദന? ഞങ്ങള് ചില വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഊഹാപോഹങ്ങളുടെ പിറകെ പോകാതെ നേരിട്ട് വന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ചു. രണ്ടുപേരും ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കേട്ടത് കെട്ടുകഥയല്ലെന്ന് ഊഹിക്കാം. 21-ാം തീയതി പിള്ളേരുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ഞങ്ങളുടെ ടെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്ക്. പറ ചേച്ചി, ആരാ നന്ദന? ഹരിപ്രസാദുമായിട്ട് എന്താ ബന്ധം?